കർഷകരുടെ പ്രതിഷേധം ന്യായമാണ്. നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചല്ലോ 2020 സെപ്റ്റംബറിൽ തുടങ്ങിയ ആദ്യത്തെ കർഷക സമരം ആദ്യ കർഷക സമരം അത് പാർലമെന്റ് പാസാക്കിയ 3 കാർഷിക നിയമങ്ങൾക്കെതിരെയാണ്. ആ നിയമങ്ങൾ ആ ബിൽസ് റിപ്പീൽ ചെയ്യുന്നതോടുകൂടി അവസാനിക്കുകയാണ്. 2021 നവംബർ 21-നാണ് ഫാം ലോസ് റിപ്പീൽ ബിൽ 2021 പാസാക്കുന്നത്. അതോടെ ആ വിഷയം കഴിഞ്ഞു. ഇപ്പോൾ ഈ മുൻ പ്രതിഷേധങ്ങളിൽ നിന്ന് കർഷകരുടെ പ്രതിഷേധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ അവർ ആവശ്യപ്പെടുന്നത് ഡയറക്റ്റായി ചില കാര്യങ്ങളാണ്. കൃഷിയുടെ സാമ്പത്തിക ലാഭം ഉറപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതേക്കുറിച്ച് നിങ്ങൾ വളരെ വിശദമായി പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ മറ്റു ചില പോയിന്റുകളിലേക്ക് വരാമെന്നാണ് കരുതുന്നത്. കർഷകർ അന്നദാതാക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് 4 ജാതികളേ ഉള്ളൂ രാജ്യത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി അതിലൊരു ജാതി അത് കർഷകരാണ് എന്ന് ആവർത്തിച്ച് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഈ കർഷകരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ അനുഭാവത്തോടു കൂടിയുള്ള ഒരു സമീപനം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സമരത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം കാണാൻ കഴിയും. ഒന്നാം കാർഷിക സമരത്തിന് മുന്നിലുണ്ടായിരുന്ന രാകേഷ് ടിക്കായത്ത് അടക്കമുള്ള നേതാക്കളെയൊന്നും ഈ കർഷക സമരത്തിൽ നമ്മൾ കാണുന്നില്ല. നോൺ പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയേതര സമരമാണ് എന്നൊക്കെയുള്ള ന്യായം പറയാം. ബൽബീർ സിംഗ് രാജ്വാൾ അദ്ദേഹത്തെയും ഈ സമരത്തിന്റെ മുൻനിരയിലോ എവിടെയോ കാണാനില്ല. പ്രതികരണങ്ങളും വരുന്നില്ല. കേരളത്തിൽ നിന്നും കാർഷിക സമരങ്ങൾക്ക് എല്ലാം മുന്നണിയിലേക്ക് പോയ നേതാക്കളുടെയൊന്നും പ്രതികരണങ്ങളോ അവർ ഈ സമരങ്ങളിലേക്ക് സജീവമായി പോകുന്നതോ ഒന്നും നമ്മൾ കാണുന്നില്ല. ധല്ലേവാലിൽ നിന്നുള്ള ജഗദീഷ് സിംഗ് ആണ് ഒരു രാഷ്ട്രീയേതര സംഘടന എന്ന രീതിയിൽ ഇതിനെ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. BKU. ഒപ്പം പാന്തറിൽ നിന്നുള്ള സർവൻ സിംഗ് നേതൃത്വം നൽകുന്ന കിസാൻ മസ്ദൂർ മോർച്ചയുമുണ്ട്. ഈ 2 സംഘടനകളുമാണ് മറ്റ് ചെറു കൂട്ടായ്മകളുടെ കർഷക സംഘടനകൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കൂട്ടായ്മകളാണ്. അങ്ങനെയുള്ള കൂട്ടായ്മകളെ നയിച്ചുകൊണ്ട് ഇപ്പോൾ ഈ സമരത്തിലേക്ക് കടക്കുന്നത്. അതിൽ കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സർവൻ സിംഗ് വന്ദേർ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കർഷകർക്ക് ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് ആ സമരം. ആ ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുത്ത് കഴിയുന്നതോടുകൂടി അവസാനിക്കുന്ന ഒരു സമരം എന്ന രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ ലാഭത്തിന് ഇപ്പോൾ കോൺഗ്രസ് വിചാരിച്ചാൽ പോലും അവർക്ക് അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കഴിയില്ല. കാരണം അധികാരത്തിൽ വന്നാൽ ഇത് ഉറപ്പാക്കും എന്ന് പറയുന്നതല്ല. ഇവരാഗ്രഹിക്കുന്നത് എന്താണ്? നോക്കൂ, ഈ ഏപ്രിൽ മാസമാണ് ഗോതമ്പിന്റെ വിളവെടുപ്പ് വരുന്നത്. അവസാനമായി ഈ MSPയിൽ മാറ്റം കൊണ്ടുവന്നത് 2023 ഒക്ടോബർ 18-ാം തീയതിയാണ്. മിനിമം സപ്പോർട്ട് പ്രൈസ് 2023-24 മാർക്കറ്റിംഗ് സീസണിലേക്ക് നിജപ്പെടുത്തിയിരുന്നത് ഗോതമ്പിന് ക്വിൻ്റലിന് 2125 രൂപയായിരുന്നു. അത് കഴിഞ്ഞ വർഷം 2023 ഒക്ടോബർ 18-ന് 150 രൂപ കൂട്ടി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ക്വിൻ്റലിന് 2275 രൂപയാണ്. അത് ഇതുവരെ കൊടുത്തിട്ടുള്ള MSPയിലെ ഏറ്റവും ഹയസ്റ്റ് ആണ്. ആ ഹയസ്റ്റിലേക്ക് 2004-2014 കാലഘട്ടവും 2014-2024 കാലഘട്ടവും നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 2.5 ഇരട്ടിയാണ് MSPയിൽ വന്നിരിക്കുന്ന വർധന. നെല്ല്, ഗോതമ്പ് അത് രണ്ടുമാണ് പ്രധാനപ്പെട്ട സെറിയൽസ് എന്ന ഗണത്തിൽ വരുന്ന 7 വിളകൾ. മൊത്തം 23 വിളകൾക്ക് പല വിഭാഗങ്ങളിലായി വരുന്ന 23 വിളകൾക്ക് MSP നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം നെല്ലും ഗോതമ്പുമാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നതും. ഇപ്പോൾ സമരത്തിലുള്ള കർഷകരും കൃഷി ചെയ്യുന്നത് കൂടുതലായും ഗോതമ്പാണ്. അപ്പോൾ 18 ലക്ഷം കോടി രൂപയാണ് 2014-2024 ഇതുവരെയുള്ള കണക്കനുസരിച്ച് നെല്ല് ഗോതമ്പ് കർഷകർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് രാഷ്ട്രപതി കഴിഞ്ഞ പ്രസംഗത്തിൽ സംയുക്ത പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുമ്പോൾ വ്യക്തമാക്കിയ കാര്യവുമാണ്. ഈ 7 സെറിയൽസ് പാഡി, വീറ്റ്, മെയ്സ്, ബജ്ര, ജോവർ, റാഗി, ബാർലി ഈ 7 വിളകളിലേക്ക് മാത്രമാണ് ഇത്രയും കാലം കോൺസെൻട്രേഷൻ പോയിരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഷോർട്ട് ഫോൾസ് ഉള്ളത് എവിടെയാണ്? കൂടുതലായി കൃഷി ചെയ്യുകയാണ്, എക്സസ് ആണ്. അതായത് പാഡിയുടെയും വീറ്റിൻ്റെയും ഒക്കെ പ്രൊക്യൂർമെൻറ്റ് എക്സസ് ആണ്. FCIയിലൊക്കെ കിടന്ന് ധാന്യം കെട്ടിക്കിടന്ന് നശിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ ഇതിനിടയിൽ വന്നതും കൂടി നമ്മുടെ മുന്നിലേക്ക് വരണം. നമുക്ക് എവിടെയാണ് നമുക്ക് ഷോർട്ട് ഫോൾ ഉള്ളത് ഓയിൽ സീഡ്സിൻ്റെ കാര്യത്തിലാണ്. അതുപോലെ തന്നെ പഴങ്ങൾ, പച്ചക്കറികൾ ഇതിൻ്റെയൊക്കെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ ഷോർട്ട് ഫോൾസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൃഷി തിരിച്ചുവിടുന്നില്ല. പകരം കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. അത് MSP നൽകി സംഭരിച്ചു വെക്കുന്നു. അതിൽ കൂടുതലും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് എന്ന ഒരു മാർഗമാണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ സഹായം നൽകാൻ ഉതകുന്നത് എന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്താൻ കാരണം. ഇതിൽ മറ്റ് 5 പൾസസിൻ്റെ കാര്യം എടുത്ത് നോക്കിയാലും MSP കൊടുക്കുന്ന 5 പൾസസ് ചനയുണ്ട്, അർഹറുണ്ട്, മൂങ്ങുണ്ട്, നമ്മുടെ പരിപ്പ്, പിന്നെ അതുപോലെ തന്നെ ഉഴുന്ന്, മസൂർ ദാൽ ഇത്രയും സാധനങ്ങൾക്കും ഇതുപോലെ തന്നെ MSP കൊടുക്കുന്നുണ്ട്. ഈ വിളകളുടെ വർഗീകരണം അത് കൃത്യമായി കർഷകർക്കിടയിലേക്ക് ആ ഒരു ആശയം എത്തിക്കുന്നതിനായി ഒരു രണ്ടാം ഹരിത വിപ്ലവം, ഒരു പ്രൈസ് ഡിഫറൻസ് പേയ്മെൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുക, രണ്ടാം ഹരിത വിപ്ലവത്തിലേക്ക് പോവുക, അതൊക്കെയാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ ഈ പ്രൈസ് ഡിഫറൻസ് പേയ്മെൻറ്റ് ഓപ്ഷൻ അതാണ് സർക്കാർ പരിഗണിക്കുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ MSPയും അതുപോലെ തന്നെ കർഷകർ വിൽക്കുന്ന അവർക്ക് പ്രധാനപ്പെട്ട അവരുടെ പ്രശ്നം അവർ ഒരു
ലീഗൽ ഗ്യാരണ്ടി വേണം MSPക്ക് എന്ന് പറയാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ വില ഉറപ്പാകുന്നില്ല, അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിനായുള്ള നിയമനിർമ്മാണം ഇല്ല എന്നുള്ളതാണ്. അതിന് പകരം എന്താണ് ഇവർക്ക് ആ സമയത്ത് വിപണിയിലുള്ള വില, അതോടൊപ്പം MSP, ആ ഡിഫറൻസ് കൃത്യമായി പേ ചെയ്യുന്ന ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. കഴിഞ്ഞ ചർച്ചയിൽ 3 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത ചർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കൃഷിമന്ത്രി അർജുൻ മുണ്ട ഉണ്ടായിരുന്നു, ഒപ്പം പീയൂഷ് ഗോയൽ, നിത്യാനന്ദ റായ്. അവരാണ് ചണ്ഡീഗഡിൽ കർഷകരുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ ഇനിയിപ്പോൾ ഇതുവരെ തീരുമാനമാകാതെ നിൽക്കുന്നത് ഈ പറയുന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വന്നാൽ ഉണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനുള്ള ഒരു ഫോർമുലയാണ്. അതിലേക്ക് എത്തുകയാണെങ്കിൽ കർഷകർക്ക് കൃത്യമായും ആ മാർഗം എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ള ഒന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കർഷകരുടെ ഈ MSPയെ കുറിച്ചുള്ള ആവശ്യത്തെക്കുറിച്ച് മാത്രമാണ് നിങ്ങൾ ഇതിൽ സൂചിപ്പിച്ചത്. അതിൽ പ്രാദേശികമായ ചില കാര്യങ്ങൾ കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ത്രീകളെയും പ്രായമായവരെയും ഇന്നത്തെ സമരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവർ ആവശ്യപ്പെടുന്നത് പ്രധാനമായും നോയിഡയിലെയും ഗ്രേറ്റർ നോയിഡയിലെയും പ്രാദേശിക ഭരണകൂടം നേരത്തെ ഏറ്റെടുത്ത തങ്ങളുടെ ഭൂമിക്ക് പകരമായി സ്ഥലം നൽകുക, നഷ്ടപരിഹാരം നൽകുക എന്ന ആവശ്യങ്ങളാണ്. 100ഓളം ഗ്രാമങ്ങളുടെ ആവശ്യം അതാണ്. MSP മാത്രമല്ല അവരുടെ ആവശ്യം. രണ്ടാമത്തേതാണ് ഈ പറഞ്ഞ സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നുള്ളത് പൊതുവായ ആവശ്യമാണ്. ഒപ്പം പെൻഷനെക്കുറിച്ച് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ അവരുടെ പ്രതികരണങ്ങൾ, സൗണ്ട് ബൈറ്റ്സ് വന്നതിനകത്തൊക്കെ ഈ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമുള്ള പെൻഷനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഒപ്പം വായ്പകൾ എഴുതി തള്ളണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ലഖിംപൂർ ഖേരി പ്രക്ഷോഭം, അതിലെ ഇരകൾക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് മറ്റൊരു ആവശ്യമാണ്. ഇവർക്കെതിരെ ധാരാളം കേസുകളുണ്ട് കഴിഞ്ഞ പ്രക്ഷോഭത്തിൻ്റെ. അതടക്കമുള്ള കാര്യങ്ങൾ പിൻവലിക്കണം എന്നുള്ളതും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ സർക്കാർ എത്താൻ പോകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ലീഗൽ ഗ്യാരണ്ടി ഫോർ MSP അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ അനുസരിച്ചുകൊണ്ടുള്ള കൃത്യമായ തുക വിഹിതം അവർക്ക് ഉറപ്പാക്കുക. ആ 2 ഓപ്ഷനും ഇപ്പോൾ ഈ സമിതി പരിശോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ സർക്കാർ ഇപ്പോൾ 4 ജാതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കർഷകർ എന്ന് പറയുമ്പോൾ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള കർഷകർക്ക് പ്രതിമാസം 10,000 രൂപ പെൻഷൻ എന്ന ആവശ്യവും അടുത്ത ചർച്ചയിൽ അവർ മുന്നോട്ട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കർഷകർക്കൊപ്പമാണ് എല്ലാവരും. കാരണം രാജ്യത്ത് കർഷകരില്ല എന്നുണ്ടെങ്കിൽ, അന്നദാത എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അന്നം തരുന്നവരാണ്. അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിൽ രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക. മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വന്നാലും അവർക്ക് നഷ്ടമുണ്ടാകാത്ത തരത്തിൽ അവരുടെ വിലകൾക്ക് ഒരു സ്ഥിരത ഉറപ്പാക്കുക. അങ്ങനെ ഒരു സേഫ്റ്റി നെറ്റ്, കൃഷിക്കാർക്ക് വേണ്ടി ഒരു സേഫ്റ്റി നെറ്റ് ക്രിയേറ്റ് ചെയ്യാനായി കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും എന്നതാണ് ഞാൻ കരുതുന്നത്. അതിനായി നടപ്പാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എനിക്ക് തോന്നുന്നത് PM കിസാൻ, ആ പദ്ധതിയുണ്ട്. ആ പദ്ധതി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അതോടൊപ്പം തന്നെ കർഷകർക്ക് ചോയ്സസ്, അതായത് ഏത് വിള കൃഷി ചെയ്യണം, വിളയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാനുള്ള ഒരു ചോയ്സ് അവർക്ക് ലഭ്യമാകുന്ന രീതിയിലേക്ക് മാറ്റം വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒരു Meet the editors.